നമസ്കാരം, അജു ആണ് ഡെക്കോ ബോക്സിൽ നിന്ന്. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സൈജൻ സാറിന് ഫാമിലിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ്. ഈ വീട്ടിലോട്ടുള്ള ഫുള്ള് ലൈറ്റ് ഫിറ്റിംഗ്സുകൾക്ക് വേണ്ടിയുള്ള കൺസൾട്ടൻസിയും ലൈറ്റ് ഫിറ്റിംഗ്സുകൾ സപ്ലൈ ചെയ്തിരിക്കുന്നു ഡെക്കോ ബോക്സിൽ നിന്നാണ്. ഈ വീട് ഫുള്ളായിട്ട് നമ്മളൊരു വാം വൈറ്റും അതുകൂടാണ്ട് കൂൾ വൈറ്റും ഒരു തീമിലാണ് നമ്മൾ ഈ വീട് ഫുള്ള് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വീട്ടിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ ഡീറ്റെയിൽസും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ വീട്ടിനുള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ടൊരു വൈറ്റ് ലൈറ്റ്, മെയിൻ ലൈറ്റ് ആയിട്ടെല്ലാം വൈറ്റ് ആംബിയൻസുള്ള ലൈറ്റുകളും അതുകൂടാണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ലൈറ്റുകളെല്ലാം നമ്മളൊരു വാം ആംബിയൻസുമാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബോവെക്സ് ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി പാനൽ ലൈറ്റുകളാണ് നമ്മൾ മെയിൻ ആംബിയന്റ് ലൈറ്റുകളായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ആക്സെന്റ് ലൈറ്റിംഗ് ആയിട്ട് മീൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് ആയിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റുകളാണ്. അത് നമ്മൾ പ്രൊഫൈൽ ചാനൽ 17 mm കൺസീൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 240 LED പെർ മീറ്റർ, ഒരു മീറ്ററിൽ 240 LED കൗണ്ട് വരുന്ന രീതിയിലുള്ള വാം വൈറ്റ് ലൈറ്റിങ്ങിൽ വരുന്ന പ്രൊഫൈൽ സ്ട്രിപ്പുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മളോട് കയറി വരുമ്പോൾ കാണുന്ന നമ്മുടെ ഈ ഷെൽഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ചാനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ചാനൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കയറ്റി ഇട്ടിരിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ വാം ലൈറ്റിലുള്ള 240 LED പെർ മീറ്റർ വരുന്ന രീതിയിലുള്ള പ്രൊഫൈൽ സ്ട്രിപ്പുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മളൊരു വൈറ്റ് ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷെൽഫിന്റെ മുകളിൽ തന്നെ നമ്മുടെ ബോവെക്സ് ബ്രാൻഡിലുള്ള ഒരു ജംഗ്ഷൻ ലൈറ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഹെക്സ എന്ന് പറയുന്ന മോഡൽ ജംഗ്ഷൻ ലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫോർമൽ ലിവിംഗിൽ തന്നെ നമുക്കൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ഉണ്ട്. ഈ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി ഷാൻഡിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3-in-1 ലൈറ്റ് വരുന്നുണ്ട്. വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ് ലൈറ്റ് വരുന്ന രീതിയിലുള്ള 15 ഹാങ്ങിങ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഷാൻഡിയറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഷാൻഡിയർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളവിടെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ പോർഷനിൽ വരുന്ന ബോക്സിൽ നമ്മൾ വൈറ്റ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഇവിടെ നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസും ഭംഗിയും നമുക്കിവിടെ തരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ വീടിന്റെ കിച്ചണിലോട്ട് വരുവാണെങ്കിൽ കിച്ചണിലും നമ്മളൊരു വൈറ്റ് വാം ആംബിയൻസ് ആണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ലൈറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാമിന്റെ ചെറിയ രീതിയിലുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ മാത്രം വെച്ചുകൊണ്ട് ഒരു കൂൾ എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ കിച്ചൺ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നമ്മൾ ടോപ്പ് സീലിംഗിലെല്ലാം തന്നെ ബോവെക്സ് ബ്രാൻഡിലുള്ള 8 വാട്ട്സിന്റെ പാനൽ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റുകൾ, അതായത് പ്രൊഫൈൽ ചാനൽ വെച്ചിട്ട് നമ്മൾ അതൊന്ന് ബാക്കി ഒരു പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാം ആംബിയൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ മിനി ഡൈനിങ്, ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ എന്ന് പറഞ്ഞ ഈ പാനലിങ്ങിന്റെ വശങ്ങളിലെല്ലാം നമ്മൾ ലൈറ്റുകൾ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് 240 LED പെർ മീറ്റർ വന്ന ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് നമുക്ക് അവിടെ ആ ലൈറ്റിംഗ് എഫക്ട് നമ്മൾ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് ഈ മിനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ മുകളിലായിട്ട് ചെറിയൊരു സിംഗിൾ ഹാങ്ങിങ്, നമ്മൾ ഒത്തിരി ഓവറായിട്ടൊന്നും കൊടുക്കാതെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു സിംഗിൾ ഹാങ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടെ നമ്മൾ ഈ കിച്ചണിലോട്ട് വരുന്ന എൻട്രൻസ് പോർഷനിൽ വരുന്ന ഈ പാനലിൻ്റെ ഉള്ളിലും നമ്മൾ 17 mm കൺസീൽഡ് ചാനൽ വെച്ചിട്ട് അതിനുള്ളിൽ പ്രൊഫൈൽ സ്ട്രിപ്പ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതും ഈ ഒരു ഏരിയ പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ് നമ്മുടെ ഈ ഡൈനിങ്ങിൻ്റെ അവിടെ വരുവാണെങ്കിൽ ഈ ഡൈനിങ്ങിൻ്റെ അവിടെ തന്നെ നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഗോൾഡൻ ഫിനിഷിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ വീട്ടിലുള്ളൊരു പ്രയർ യൂണിറ്റ് ഉണ്ട്. ഈ പ്രയർ യൂണിറ്റിൽ നമ്മൾ ഒത്തിരി ലൈറ്റുകൾ കൊടുക്കേണ്ട നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഇതിന് മുകളിൽ ഒരു പർഗോള വരുന്നുണ്ട്. ആ പർഗോളയിൽ നിന്നും ഒരു വാം ആംബിയൻസിലുള്ള ലൈറ്റ് താഴോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ജസ്റ്റ് ഈ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാനലിങ്ങിനുള്ളിൽ 17 mm കൺസീൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ വെച്ചിട്ട് അതിനുള്ളിൽ പ്രൊഫൈൽ സ്ട്രിപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ മിനി ഡൈനിങ്ങിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള ഒരു സിംഗിൾ ഹാങ്ങിങ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് പ്രത്യേക ഒരു ഭംഗി തരുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ പാനലിനുള്ളിൽ തന്നെ നമ്മൾ പ്രൊഫൈൽ ചാനലും അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ സ്ട്രിപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു വാം ആംബിയൻസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഒരു ലൈറ്റ് ഇവിടുന്ന് വൈറ്റിന്റെ ലൈറ്റ് കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ആംബിയൻസാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ വീട്ടിലെ മെയിൻ വാഷ് കൗണ്ടർ ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് മിറർ കൊടുത്തിരിക്കുകയാണ്. ആ മിററിന്റെ ബാക്ക് സൈഡിൽ തന്നെ LED സ്ട്രിപ്പ്, നമ്മൾ 120 LED പെർ മീറ്റർ വരുന്ന സ്ട്രിപ്പ് കൊടുത്തിട്ടാണ് ആ മിറർ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് വാം ടോണിലുള്ള ലൈറ്റാണ് നമ്മളവിടെ
കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാഷ് കൗണ്ടറിലോട്ട് വരുന്ന ഈ പാസേജിൽ നമുക്ക് പർഗോളാസ് ഉണ്ട്. ഈ പർഗോളാസിൽ നമ്മൾ മെയിനായിട്ടുള്ള പർഗോളകളിലെല്ലാം നമ്മൾ 3 വാട്ട്സിന്റെ ജംഗ്ഷൻ ലൈറ്റ് ആണ്, നമ്മുടെ ഹെക്സാ മോഡൽ ജംഗ്ഷൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ വാഷ് കൗണ്ടറിന് തൊട്ട് മേളിൽ വരുന്ന നമ്മളൊരു വുഡൻ പാറ്റേൺ ചെയ്തിരിക്കുന്ന പർഗോളാസ് ഉണ്ട്. അവിടുന്ന് ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 വാട്ടിന്റെ സ്പോട്ട് ലൈറ്റ് ആണ്. ചെറിയ സ്പോട്ട് ലൈറ്റ്, വാം സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഈ ഭിത്തിയിൽ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് ആണ്. അത് പ്രീമിയം ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വോൾ ലൈറ്റ് ആണ് നമ്മളിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ സ്റ്റെയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു വോൾ ലൈറ്റിനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് അവിടെ നമുക്കൊരു ഒരു ഫാൻസി വോൾ ലൈറ്റ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരു പാസേജിന് ഡിസ്റ്റർബ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുക്കാനായിട്ട്. അത് സൈജൻ സാറിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും പിന്നീട് ഇതുപോലുള്ള ഏരിയകളിലെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര മനോഹരമായിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഈ സ്റ്റെയറിലോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെയും നമ്മളൊരു ഷാൻലിയർ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ഷാൻലിയർ പറഞ്ഞാൽ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മഷ്റൂം ഷാൻലിയർ നമ്മൾ പറയുന്ന ഷാൻലിയർ ആണ്. ഭയങ്കര ഡിമാൻഡിങ് ഉള്ളൊരു മോഡലാണിത്. ഇത് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളിവിടെ അത് ചെയ്യുന്നത് 12 LP ആണ്. അതായത് 12 ഹാങ്ങിങ്സ് വരുന്നൊരു ഷാൻലിയർ ആണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തു. അതുപോലെ കറക്റ്റായിട്ട് നല്ല സ്പൈറൽ രീതിയിൽ തന്നെ ഇവിടെ നമ്മളത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷാൻലിയറിന്റെ ബേസ് പ്ലേറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോർഷനിൽ ഒരു പ്രൊഫൈൽ ചാനൽ വെച്ചിട്ട് വാം ആംബിയൻസ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ സ്ട്രിപ്പ് വെച്ചിട്ട്. അതുകൂടാണ്ട് ബാക്കിയെല്ലാം വൈറ്റ് ലൈറ്റുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിന്റെ അപ്സ്റ്റെയർ ലിവിങ്ങിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മൾ ലൈറ്റിംഗ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, പാറ്റേൺ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മെയിൻ ലൈറ്റ് ആയിട്ട് വാം ടോണും അതുകൂടാണ്ട് ആക്സെന്റ് ലൈറ്റ്, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് ലൈറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റുള്ളിടത്തെല്ലാം നമ്മൾ വൈറ്റ് ലൈറ്റിനെ മെയിൻ ലൈറ്റ് ആയിട്ടും വാം ലൈറ്റിന്റെ ആക്സെന്റ് ലൈറ്റ് മീൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ മെയിൻ ലൈറ്റിനെ ഒരു വാം ടോൺ കൊടുക്കാനും അതുകൂടാണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റുകളെല്ലാം നമ്മളൊരു വൈറ്റ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ സീലിംഗിലുള്ള മെയിൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ബോവെക്സ് ബ്രാൻഡിലുള്ള 8 വാട്ട്സിന്റെ പാനൽ ലൈറ്റുകളെല്ലാം തന്നെ വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ ഹെക്സാ ജംഗ്ഷൻ ലൈറ്റുകളെല്ലാം നമ്മൾ വാം ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിപ്പ് ലൈറ്റുകൾ നമ്മൾ വൈറ്റ് സ്ട്രിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 17 mm സെയിം കൺസീൽഡ് ചാനലാണ്, പ്രീമിയം ക്വാളിറ്റി ചാനൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ലൈറ്റ് 240 LED പെർ മീറ്റർ, ഒരു മീറ്ററിൽ 240 LED കൗണ്ട് വരുന്ന വൈറ്റ് സ്ട്രിപ്പാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ആംബിയൻസ് ചേഞ്ച് ഒക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൂടാണ്ട് ഒരു കൂൾ എഫക്റ്റ് നമുക്കിവിടെ അത് ഈ ലിവിംഗ് ഏരിയയിൽ കൊടുക്കാനും അതുകൊണ്ട് ഒത്തിരി ഹെൽപ്പായിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ലൈറ്റ് ഫിറ്റിംഗ്സുകളായിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റ് ഫിറ്റിങ്ങുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ റൂമുകളിലെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം പാറ്റേൺ ഒരു വൈറ്റ് വാം ആംബിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റൂമുകളിലുള്ള മെയിൻ ലൈറ്റുകളെല്ലാം നമ്മൾ വൈറ്റ് ലൈറ്റും അതുകൂടാണ്ട് ആംബിയൻസ് ആയിട്ട് ബാക്കി വരുന്ന ആക്സെന്റ് ലൈറ്റുകൾ, അത് ചെറിയ ചെറിയ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റുകളെല്ലാം നമ്മൾ വാം ടോണിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഈ വീട്ടിലോട്ടുള്ള എല്ലാ ബോൾ ലൈറ്റുകളായിക്കോട്ടെ മറ്റു ഫാൻസി ലൈറ്റുകളായിക്കോട്ടെ എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ലൈറ്റുകൾ മാത്രം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനായിട്ടുള്ളൊരു മെച്ചവും ഗുണവും നമുക്ക് ഈ വീട്ടിൽ കാണാനും പറ്റും. ഞങ്ങളുടെ വീടിൻ്റെ പണികൾ ആരംഭിച്ചത് മുതൽ ഇതിൻ്റെ ലൈറ്റിങ്ങിനെ പറ്റി ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ പല ലൈറ്റിങ്സിൻ്റെ ആഡൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള മല്ലപ്പള്ളിയിലുള്ള ഒരു ഡെക്കോ ബോക്സ് എന്ന ഒരു സ്ഥാപനത്തെ പറ്റി അറിയാൻ സാധിച്ചു. അവിടെയുള്ള ഒരു പ്രൈസിനെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ലൈറ്റിങ്ങുകളും ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തു. അവർ തന്നെ അതെല്ലാം ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു. അവരുടെ നല്ല ഡീലിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രൈസ് വൈസ് ആണെങ്കിലും വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ഞങ്ങൾക്ക് വളരെ ലാഭകരമായി പ്രോഡക്റ്റുകൾ കിട്ടി. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾക്ക് അവർ തന്നത്. അപ്പോൾ ഇവർ വളരെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് മറ്റു ആൾക്കാർക്കൊക്കെ ലൈറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇവരെ സമീപിക്കാൻ വേണ്ടി അത് റെക്കമെൻഡ് ചെയ്യും.